ദിവസമായി നാം വാഴ്ത്തപ്പെട്ട് ഉള്ളത്. അപ്പോൾ സംഹാരം വരുമ്പോൾ ആ രക്തം കാണുമ്പോൾ അവരെ കടന്ന് ഒഴിഞ്ഞു പോകും അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ നിങ്ങളും പാർക്കുന്ന നമ്മുടെ വീടുകളിന്മേൽ യേശുവിന്റെ രക്തം അടയാളമായിരിക്കണം. പ്രൈസറും യേശുവിന്റെ രക്തം നമ്മുടെ വീടിന് അടയാളമാണെങ്കിൽ ഒരു ശത്രുവിന് നമ്മുടെ വീടിന് അടുക്കാൻ കഴിയില്ല. പ്രൈസറോ, യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ തന്നെ ശത്രുവിന് പേടിയാണ്. പ്രൈസറോ, ഇപ്പൊ മിസ്രൈമിലുണ്ടായ 9 ബാധകളിലും ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ സുരക്ഷിതരായിരുന്നു. പ്രൈസറോ, അതിനുവേണ്ടി അവർക്ക് യാതൊന്നും ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ അന്തിമ ബാധയിൽ, അവസാനത്തെ ബാധയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവർ ദൈവത്തിന്റെ കൽപ്പന പെസഹ അനുസരിക്കേണ്ടി വന്നു. പ്രൈസറോ, അപ്പം വീണ്ടെടുപ്പിൻ വിശ്വാസവും അനുസരണവും അടങ്ങിയിരിക്കുന്നു എന്ന് ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. രക്തം കാണുമ്പോൾ സംഹാരദൂതൻ ആ ഭവനത്തെ വിട്ട് കടന്നുപോയി എന്നാണ് കാണുന്നത്. സ്തോത്രം. പെസഹയുടെ ആത്മീയ അർത്ഥം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിന്റെ ഒരു സാദൃശ്യമാണ് ഇവിടെ ഇറക്കപ്പെടുന്ന പെസഹ കുഞ്ഞാട്. ആ പെസഹ കുഞ്ഞാടിന്റെ രക്തമാണ് ഇസ്രായേൽ തങ്ങളുടെ കട്ടളമേലും കുറുമ്പടിമേലും തേച്ചത്. അങ്ങനെ അല്ലെങ്കിൽ ആ രക്തം കാണുമ്പോൾ സംഹാരം കടന്നുപോയെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് എത്ര വലിയ ആശ്വാസമാണ് ദൈവം തന്നിരിക്കുന്നത്. യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നമ്മുടെ ഭവനം നിറയ്ക്കുക, യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നമ്മുടെ ഭവനമായിരിക്കുക. അങ്ങനെ യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിലാണ് നമ്മുടെ ഭവനമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ദുരാത്മശക്തികളും പ്രവേശിക്കത്തില്ല. കഴിഞ്ഞ ദിവസം രക്ഷയുടെ ഭവനം, വിശുദ്ധിയുടെ ഭവനം, ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ രക്തക്കോട്ടയ്ക്കുള്ളിൽ കാത്തു സൂക്ഷിക്കപ്പെടും നമ്മുടെ ഭവനം. പ്രൈസറോ, ഒരുപാട് ഭവനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഭവനങ്ങളുടെ എണ്ണം പറഞ്ഞ തീരത്തില്ല. സകല ജനങ്ങൾക്കും ഭവനം ആവശ്യമാണ്. പക്ഷെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയപ്പെട്ട ഭവനം എന്ന് പറയുന്നത് ചുരുക്കം ഭവനങ്ങളാണ്. പ്രൈസറോ, ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നത് അല്ലേസ് പെസഹയ്ക്കുള്ള ആട്ടിൻകുട്ടി യാതൊരു ഊനവും ഉണ്ടായിരിക്കാൻ പാടില്ല. ആബീബ് മാസം 10 മുതൽ 14 വരെയുള്ള തീയതികളിൽ 4 ദിവസങ്ങൾ അതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് അതിന് വല്ല ഊനവും ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ യാതൊരു ഊനവുമില്ലാത്ത ആട്ടിൻകുട്ടിയാണ് അന്നവിടെ യാഗമായി അർപ്പിച്ചത്. പുതിയ നിയമത്തിലേക്ക് യാതൊരു ഊനവുമില്ലാത്ത സാക്ഷാൽ ദൈവമായിരുന്നവൻ അല്ലൊരു ചേട്ടാവതാരം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി അവന്റെ അവസാനത്തുള്ളി രക്തം വരത്തുന്ന എന്നെ നിങ്ങളെ അവന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ചിരിക്കുക. പ്രൈസറോ, അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ശത്രു സൈന്യത്തെ നമ്മൾ പരാജയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസറോ, ശത്രു സൈന്യത്തിന് മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ശത്രു പരാജയപ്പെടണം, ദൈവഭക്തൻ പരാജയപ്പെടാൻ പാടില്ല. പ്രൈസറോ, അപ്പൊ നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. മിസ്രൈം ദേശത്തുണ്ടാകുന്ന ആ ബാധ ഇസ്രായേൽ ബാധിക്കുകയില്ലെന്ന് ദൈവർക്ക് മുന്നറിയിപ്പും വാഗ്ദത്വം കൊടുക്കുന്നത്. ഇങ്ങനൊരു വാഗ്ദത്വം നമുക്കുള്ളത് കൊണ്ട് തന്നെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തെ സുരക്ഷിതമായി യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അനുദിനം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. ഭവനത്തിനകത്ത് ദൈവസാന്നിധ്യമല്ലാത്തതൊന്നും കൊണ്ടുവരാൻ പാടില്ല. പ്രൈസോ, അപ്പൊ നിങ്ങളുടെ വീട് സുരക്ഷിതമായിരിക്കണമെങ്കിൽ ആദ്യമായി നിങ്ങളുടെ വീട് ശുദ്ധീകരിക്കണം. നിങ്ങളുടെ വീട് ശുദ്ധീകരിക്കണം, വിശുദ്ധമായിരിക്കണം. ആദ്യം നിങ്ങളുടെ വീട് ശുദ്ധീകരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ വീടിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പലവിധമായ പരിപാടികളാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ചിന്തകൾക്കും ബുദ്ധികൾക്കും കൊണ്ട് പഠിച്ചെടുത്ത, മനുഷ്യന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന, മനുഷ്യൻ കണ്ടുപിടിച്ച പലവിധമായ മാർഗങ്ങളിലൂടെ അവരുടെ ഭവനങ്ങൾ ശുദ്ധീകരിക്കുവാൻ നോക്കുക. എത്രമാത്രം ശുദ്ധീകരിക്കപ്പെട്ടിട്ടും ഇന്ന് വരെ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടും മനുഷ്യന്റെ തന്ത്രങ്ങളിലൊന്നും ഒരു വ്യക്തിയുടെ ഭവനം ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അല്ലേ?
അങ്ങനെ ഭൂമിയിൽ മനുഷ്യന്റെ മന്ത്രങ്ങൾ കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും ഒക്കെ അവന്റെ പരിജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ഹല്ലേലൂയ അവരുടെ ഭവനം ശുദ്ധീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പിന്നത്തേതിൽ അവർ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ട് വരില്ലായിരുന്നു. പക്ഷെ ഇവിടെ അനുദിനം ശുദ്ധീകരണത്തിന് വേണ്ടി മനുഷ്യർ കൂടി നടക്കുക, രക്തം ചെയ്യും. അപ്പൊ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും യേശുക്രിസ്തുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുവരുമ്പോഴാണ്, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബം ശുദ്ധീകരിക്കപ്പെടുന്നത്. യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ കുടുംബം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ശുദ്ധീകരണത്തിനകത്ത് ദൈവസാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ യഥാർത്ഥത്തിൽ യേശുവിന്റെ രക്തമാണ് അല്ലെ ഭവനത്തിന്മേൽ അടയാളമായിരിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം പഴയ നിയമത്തിൽ ഇസ്രായേലിയുടെ വീടുകളിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തം വാതിലുകളിൽ മേലും കട്ടകളിൽ മേലും പൂശിയപ്പോൾ സംഹാരദൂതൻ അകത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അത് ക്രിസ്തുവിന്റെ നിഴലാണ് അവിടുത്തെ യാഗമെന്ന് പറയുന്നത്. അപ്പൊ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന് നമ്മൾ ഈ സങ്കീർത്തന പുസ്തകം 91 വായിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പൊ യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിലാണെങ്കിൽ ഈ ലോകത്തിലെ ഒന്നിനും പേടിക്കണ്ടെന്ന് അയാൾ പറയുന്നത്. എന്താണ് 91 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ പറയുന്നത്? അപ്പൊ രാത്രിയെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. എത്ര വലിയ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ, വായിക്കുമ്പോൾ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നിശ്ചയമായിട്ടും ഇന്ന് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നിങ്ങളുടെ ഭവനത്തെ ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്. മാരകമായ രോഗങ്ങളുടെ വിഷാണുക്കൾ വർദ്ധിച്ചു പെരുകുന്നതിന് സൂര്യപ്രകാശമില്ലാത്ത ഇരുട്ടിലാണ് എന്നുള്ള കണ്ടുപിടുത്തം ഇവിടെ ദൈവവചനത്തിൽ നേരത്തെ വെളിപ്പെടുത്തിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ സൂര്യപ്രകാശമുള്ള സമയത്ത് തന്നെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കണമെന്നും സൂര്യഗ്രഹണങ്ങളിൽ നിന്നും സൂര്യഗ്രഹണ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കരുതെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു പറച്ചിലും കൂടെ ഭൂമിയിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മനുഷ്യന്റെ ചിന്തകൾക്ക് പലതും വരുമ്പോൾ വേദപുസ്തകം പറയുന്നത് യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിലാണ് നമ്മുടെ ഭവനമെങ്കിൽ ഈ ലോകത്തിൻ്റെതായ ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന്. നമ്മൾ ലോകത്തെ അനുകരിച്ചല്ല നടക്കേണ്ടത്, ദൈവത്തെ അനുസരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ യാതൊരുവിധ തന്ത്രങ്ങളെയും മന്ത്രങ്ങളെയും നിങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങളെ തൊടത്തില്ല. അല്ലെങ്കിൽ യാതൊരു ബാധയും അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളും നിന്റെ ഭവനത്തെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ യേശുവിന്റെ രക്തം നിന്റെ വീടിന്റെ അടയാളമായിരിക്കണം. അല്ലേ? അപ്പൊ നിങ്ങളുടെ വീടിന്റെ അരികിലേക്ക് ശത്രു അടുത്തു വരാതിരിക്കണമെങ്കിൽ നാം ക്രിസ്തുവിന്റെ രക്തത്താൽ നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നോക്കി വീടിനകത്തെ ബാധയൊഴിക്കാൻ വേണ്ടി, കുടുംബത്തിന്റെ ബന്ധനം ഒഴിക്കാൻ വേണ്ടി, കുടുംബത്തിന്റെ അല്ലെങ്കിൽ സ്തോത്രം പരാജയങ്ങൾ മാറാൻ വേണ്ടി മനുഷ്യൻ ഏതെല്ലാം മാർഗമാണ് സ്വീകരിക്കുന്നത്. പലരോടും ചോദിക്കും, വീടിരിക്കുന്നത് ശരിയല്ല, വീടിന്റെ ദർശനം ശരിയല്ല, വീടിന്റെ കിണറിരിക്കുന്നത് ശരിയല്ല, വീടിന്റെ മുമ്പിലത്തെ താമസക്കാര് ശരിയല്ല, അതിന്റെ ഗേറ്റ് വെച്ചത് ശരിയല്ല, അതിന്റെ പടികൾ ശരിയല്ല, അല്ലേരിയ അതിന്റെ കിഴക്കോട്ടുള്ള മൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ മനുഷ്യന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ എത്ര ഹീനമാണ് നമ്മൾ ചിന്തിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ പണിയുക പൊളിക്കുക എന്നിട്ട് വല്ലതും തീർന്ന പ്രശ്നം, എന്നിട്ടൊന്നും തീർന്നില്ല. എന്തുകൊണ്ടാണ് തീരാത്തത്? ലോകം പറയുന്നതനുസരിച്ച് നീ ചെയ്താൽ നിനക്ക് നാശനഷ്ടങ്ങൾ, നിന്റെ പണനഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ദൈവവചനം പറയുന്നു, യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നിന്റെ ഭവനത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, യേശുവിന്റെ രക്തം നിന്റെ ഭവനത്തെ തളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വിശ്വാസത്താൽ നീ അത് ചെയ്യുമ്പോൾ
ഒരു സംഹാരദൂതൻ നിന്റെ ഭവനത്തിന്മേൽ എടുക്കുകയില്ല. രക്തം ചെയ്യണം. ഇന്ന് പകൽ ആരെങ്കിലും ഭവനത്തിന്മേൽ ബന്ധനമുണ്ട്, ഭവനത്തിന്മേൽ മരുത്തുപോക്കിന്റെ ശക്തിയുണ്ട്, ഭവനത്തിന്മേൽ ദേശത്തിന്റെ ശക്തികളുണ്ട്, കുടുംബത്തിനകത്ത് അരാജകത്വമാണ്, കണ്ണുനീരാണ്, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെട്ട് പല വഴിയിലൂടെ യാത്ര ചെയ്തെല്ലാം പരാജയപ്പെട്ട് നിരാശനായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിനക്കൊരു അവസരം കർത്താവ് തരിക. നിന്റെ ഭവനത്തെ യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കുവാൻ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിനകത്ത് വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെടും. നിന്റെ ഭവനത്തിന് ദൈവിക ദൂതന്മാരുടെ കാവലുണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവിക ദൂതന്മാരുടെ കാവൽ നമ്മുടെ ഭവനത്തിന്മേൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് ജീവിതത്തിലൂടെ ആശ്വസിപ്പാൻ ഉള്ള മാർഗമാണ്. ദൈവ സാന്നിധ്യമുള്ള വീടുകളിന്മേലാണ് ആമേ സ്തോത്രം ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുന്നത്. അല്ലേ? ഇവിടെ നമുക്കറിയാം, ചിലരൊക്കെ വീടുകൾ പ്രതിഷ്ഠ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വീടുകൾ പ്രതിഷ്ഠ ചെയ്യണം. നമ്മൾ ആ വീടുകൾ പ്രതിഷ്ഠ ചെയ്യുവാനായിട്ട് ചെല്ലുമ്പോൾ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ നമ്മൾ ആ വീടിനകത്ത് കടന്നു ചെല്ലുമ്പോൾ ആ വീടിന്റെ പരിസരങ്ങളും വീടിനകമൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പലതും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അല്ലേ? അങ്ങനെ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം പലതും ചെയ്തു വെച്ചിട്ട് നമ്മൾ ആ വീടിനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ദൈവ സാന്നിധ്യം ഇറങ്ങണമെന്നില്ല. ഒരു വീട് പണിയുമ്പോൾ ആ വീടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, പൂർണ്ണ ചുമതല, അതിന്റെ പൂർണ്ണ അധികാരം നമ്മുടെ കർത്താവിന് കൊടുക്കണം. വിശ്വാസത്താൽ നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചത് പണി പൂർത്തീകരിച്ച് ദൈവദാസന്മാരെ വിളിച്ച് ആ വീടിനെ യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തല്ല സമർപ്പണം അപ്രതിഷ്ഠ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അന്ന് തൊട്ട് ആ ഭവനത്തിനകത്ത് ഒരു ശത്രുവിനും അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവിക സംരക്ഷണം നമ്മുടെ ഭവനത്തിന്മേലുണ്ടാകും. രക്തജയം. ഹല്ലേലൂയ. അപ്പം ക്രിസ്തു നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളുടെ ഭവനം എന്നൊക്കെ പറയുന്നത് ശുദ്ധീകരിക്കപ്പെട്ട ഭവനമായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 15 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമീൻ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു: ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഹല്ലേലൂയ. തുടർന്ന് വചനം വായിക്കും: ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്നും ദൈവം അരുളിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം നിറയപ്പെട്ട് നിൽക്കണമെന്നും അത് നമ്മുടെ ജീവിതത്തിൽ അത് കാത്തുപരിപാലിക്കണമെന്നും ഈ വചനത്തിന്റെ വിശുദ്ധിയിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവനാണ്, പ്രമാണത്തിൽ നിൽക്കുന്നവന്റെ കുടുംബത്തിനാണ് ആമീൻ ദൈവിക അനുഗ്രഹത്തിന്റെ അനുഭവങ്ങളെ പ്രാപിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. വചനം പറയുന്നത്, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് ആമീൻ വേർപെട്ടിരിപ്പിൻ എന്നും കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നീ തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നവന് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. പ്രൈസലോ. നിങ്ങൾ എന്റെ 14-15 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. ഇതൊരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്ന വിശുദ്ധിയുടെ പ്രമാണമാണ്. ആ വചനം നമ്മൾ അനുസരിച്ച് നമ്മുടെ ഭവനത്തെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രവെച്ച് ആമീൻ നാം ഓരോ ദിവസവും യാത്ര ചെയ്യുമ്പോൾ ഭവനത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ശത്രു അടുക്കുക പോലുമില്ല. ആമീൻ ആട്ടിക്കുട്ടി അറത്തതിന്റെ രക്തം കട്ടളക്കാൻ വീരും കുറുപ്പെടുവീരും ആമീൻ പുരട്ടി സാചനം ഗോസന്ദേശത്ത് പാർത്തപ്പോൾ മിസ്രൈമിലെ അവസാന ബാധ, ആ സമയത്ത് സംഹാരദൂതൻ അതുവഴി കടന്നു പോകുമ്പോൾ അവരുടെ ഭവനത്തിലെ രക്തം കാണുമ്പോൾ അവരെ ഒഴിഞ്ഞ് കടന്നു പോകുമായിരുന്നു. പ്രൈസോ. ഇന്ന് സംഹാരദൂതൻ നമ്മുടെ ഭവനത്തെ തകർത്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭവനത്തിന്റെ വിടുതലിന് വേണ്ടി, ഭവനത്തിന്റെ ഐശ്വര്യ നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്തിന്റെ തത്വങ്ങൾക്കനുസരിച്ച്, ലോകത്തിന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് നീ പോയാൽ നിനക്ക് പണനഷ്ടം മാത്രമല്ലാതെ നിന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല സഹോദരാവേ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വചനം നീ അനുസരിച്ച് യേശുവിന്റെ രക്തക്കൂട്ടങ്ങളിന്റെ ഭവനത്തെ മറയ്ക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഒരു കാരണവശാലും നീ നിരാശപ്പെട്ടു പോകേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ അടയാളം യേശുവിന്റെ രക്തമായിരിക്കണം. പ്രൈസലോ. നമ്മൾ വീടിനടയാളം പലതുമാണ് വെക്കുന്നത്, നമ്മുടെ വീടിനടയാളം പലതുമാണ് പറയുന്നത്. പക്ഷെ നിന്റെ വീടിന്റെ അടയാളം യേശുവിന്റെ രക്തമായിരിക്കണം. ലോകം പറയണം, ലോകം നോക്കുമ്പോൾ നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്, നിന്റെ ഭവനം ദൈവത്തിൻ്റെതാണ്, ദൈവത്തെ സ്ഥാപിക്കപ്പെട്ടതാണ്, ദൈവത്തെ നിർമ്മിക്കപ്പെട്ടതാണ്.
അവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് ലോകം തിരിച്ചറിയണം. മാത്രമല്ല ശത്രു നിന്റെ ഭവനം കാണുമ്പോൾ തന്നെ അവൻ നിന്റെ ഭവനത്തെ വിട്ട് ഒഴിഞ്ഞു പോകണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതിനെന്ത് ചെയ്യണം? കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെ തന്ന യേശുവിന്റെ രക്തം സ്തോത്രന്റെ ഭവനത്തിന്റെ നിറയപ്പെട്ട് നിൽക്കണം. രക്തം ചെയ്യും. ഇതൊക്കെ വിശ്വാസത്താണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ വീടിനെ നിറയ്ക്കണമെന്നൊക്കെ പറയുമ്പോൾ യേശുവിന്റെ രക്തം വിലയ്ക്ക് വാങ്ങുവാനോ മാർക്കറ്റുകളിൽ കിട്ടുന്നതല്ല. വിശ്വാസത്താൽ നാം കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ, വിശ്വാസത്താൽ നാം കർത്താവ് യേശുവിന്റെ ക്രൂശിലെ മരണത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അവന്റെ ശരീരത്തിൽ ഒഴുകിയ രക്തം നമ്മുടെ ശുദ്ധീകരണത്തിന് കാരണമാണ്. അത് നമ്മുടെ ആ രക്തം നമ്മൾ ശുദ്ധീകരിക്കുക, ആ രക്തം നമുക്ക് കോട്ടയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായി വരികയുള്ളൂ. രക്തം ചെയ്യും. അപ്പൊ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ മുഴു ലോകത്തിലുള്ള ഏത് ശക്തിയേക്കാളും വലുതാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ രക്തത്തിന് മാത്രമേ ഇത്ര ശക്തിയുള്ളൂ കേട്ടോ. വേറെ ഒരു രക്തത്തിന് ഇത്ര ശക്തിയില്ല. നമുക്കറിയാം, മനുഷ്യൻ വലിയ ശുദ്ധീകരണത്തിന് വേണ്ടി ഇവിടെ ആടുമാട്, കന്നുകാലികളെ, കോഴിയെ, പ്രാക്കുകളെ, പക്ഷികളെ ഒക്കെ അറുത്ത് മനുഷ്യനെയൊക്കെ കുരുതി കൊടുത്ത് രക്തം ചുരിയിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യന്റെ ശുദ്ധീകരണത്തിന്, വീടിന്റെ ശുദ്ധീകരണത്തിന്, നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി തന്ത്രങ്ങളും മന്ത്രങ്ങളൊക്കെ വിടുവിക്കപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇവിടെ പലവിധമായ കുരുതികൾ നടത്തുന്നു. അല്ലേ? പലതിന്റെയും രക്തം ചൊരിയിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള രക്തങ്ങൾ കൊണ്ടൊന്നും ഒരു ശുദ്ധീകരണം ഉണ്ടാകത്തില്ല. കാരണം മനുഷ്യന്റെ രക്തമായിരുന്നാലും, മൃഗങ്ങളുടെ രക്തമായിരുന്നാലും, ആടുമാട്, ഏത് പക്ഷിമൃഗജാതികളുടെ രക്തമായിരുന്നാലും അതതിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ ആ രക്തത്തിന് ദുർഗന്ധം ഉണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ. പിന്നെ സമയം കഴിയും തോറും നാറ്റം വെച്ചു തുടങ്ങും, പുഴുവരിച്ചു തുടങ്ങും. ഹല്ലേലൂയ. അത് മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന രക്തമാണ് ഭൂമിയിലെ രക്തം. ആ രക്തത്തിന് ഈ ഭൂമിയിലുള്ള രക്തത്തിന് ഒന്നും ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന യാഗങ്ങൾ കൊണ്ട്, ഭൂമിയിൽ നിങ്ങൾ ചൊരിയിക്കുന്ന രക്തങ്ങൾ കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ കുടുംബത്തിനുള്ള ബാധകൾക്കോ ഒരു ശുദ്ധീകരണം വരത്തില്ല. പ്രൈസലോ. എന്നാൽ യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് ആമിലലിയും ദുർഗന്ധം വമിക്കുന്നതല്ല, നാറ്റം വെക്കുന്നതല്ല, ക്രമീകരിക്കുന്നതല്ല, ജീവനുള്ള രക്തമാണ്. യേശുവിന്റെ രക്തം എല്ലാ കാലഘട്ടത്തിലും ജീവനുള്ള രക്തമാണ്. അപ്പം ജീവനുള്ള രക്തത്തിന്റെ അവകാശിയായി നീ മാറണം. നിന്റെ ഭവനം ജീവനുള്ള യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടതായിരിക്കണം. പ്രൈസലോ. അങ്ങനെയുള്ള ദൈവമക്കളാണ് ഹല്ലേലൂയ സമാധാനത്തോടെ ജീവിക്കുന്നത്. കുടുംബങ്ങളിൽ സമാധാനമില്ല, സന്തോഷമില്ല, സ്നേഹമില്ല, കുടുംബങ്ങൾക്കകത്ത് ഐക്യതയില്ല, ഭിന്നത മാത്രം, കലഹം മാത്രം. ഹല്ലേലൂയ. അങ്ങനെ അത് വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യൻ ചെയ്യുന്നത് ആരെങ്കിലും വിളിച്ചിട്ട് അവരോട് ചോദിക്കും, വല്ലവരും പറയും, അവയപ്പോ എന്തെങ്കിലും ഒരു മറുപടിയൊക്കെ പറയും. പിന്നെ മനുഷ്യൻ അതിന്റെ പിന്നാലെയായി. എന്നിട്ടും പരിഹാരം വന്നോ? പരിഹാരം വന്നില്ല. ഹല്ലേലൂയ. പരിഹാരം വരുത്താൻ കഴിഞ്ഞോ? പരിഹാരം വരുത്തുവാനും കഴിഞ്ഞില്ല. എല്ലാം പരാജയപ്പെട്ടു പോയില്ലേ ശ്രോതാളി? നിന്റെ ഭവനത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, നിന്റെ ഭവനത്തിന്റെ സമാധാനത്തിന് നീ ചെയ്ത് കൂട്ടി ഇതെല്ലാം പരാജയപ്പെട്ടു പോയില്ലേ? നിനക്ക് പണനഷ്ടം വന്നതല്ല, എന്തെങ്കിലും ലാഭം വന്നോ? ഒരിക്കലും നിനക്ക് ഒരു ലാഭവും വരില്ല. കാരണം യേശുവിന്റെ രക്തത്തിന് മാത്രമേ സകലത്തെ ജയിപ്പാൻ കഴിയുള്ളൂ. പ്രൈസലോ. യേശുവിന്റെ രക്തം സകല പാപം പൊക്കെ ശുദ്ധീകരിക്കുന്നു എന്നാണ് 1 യോഹന്നാന്റെ ലേഖനം 1:7 വാക്യമൊക്കെ വായിക്കുന്നത്. ഹല്ലേലൂയ. കാൽവറിയിൽ നിനക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട അവസാന തുള്ളി രക്തത്താൽ നീ നിന്റെ കുടുംബവും അലയം നിറഞ്ഞു നിൽക്കണം. രക്തം ചെയ്യും. അങ്ങനെ യേശുവിന്റെ രക്തം കൊണ്ട് നിന്റെ കുടുംബം നിറയപ്പെട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ, പിശാച് അതിന്റെ 7 അയലത്ത് പോലും വരത്തില്ലെന്നാണ്. രക്തം ചെയ്യും. പ്രൈസോ. അവൻ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ പലർക്കും അങ്ങ് അസ്വസ്ഥത തോന്നും, പലർക്കും അല്ലെങ്കിൽ അതങ്ങ് വല്ലാത്ത അരുതായി തോന്നും, പലരും അത് കേൾക്കുമ്പോൾ ഭയപ്പാടൊക്കെയാണ്. യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് അതൊരു ധൈര്യമാണ്, അതൊരു അനുഗ്രഹമാണ്, അതൊരു വിടുതലാണ്, അതൊരു സംരക്ഷണമാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന വഴിയിലും നിങ്ങൾ ജീവിക്കുന്ന ഭവനത്തിലും യേശുവിന്റെ രക്തം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു സംരക്ഷണമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അപ്പൊ ഇവിടെ ശൗൽ അമാലേഖ്യരുടെ യുദ്ധത്തിന് പോയപ്പോൾ ദൈവത്തിന്റെ വാക്കുകളെ വകവയ്ക്കാതെ നല്ല ആടുമാടുകളെ രക്ഷപ്പെടുത്തി കർത്താവിന് യാഗം കഴിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
യാഗമാണോ മുഖ്യം അതോ അനുസരണമാണോ മുഖ്യം എന്നവിടെ ചിന്തയാ. യാഗത്തെക്കാൾ വലുത് അനുസരണമാണ്. അല്ലേരിയ. അത് നമ്മൾ 1 ശമൂവേലിന്റെ പുസ്തകം അല്ലെങ്കിൽ പിന്നെ അമ്മയിലെ 15-ാമത്തെ 22-ാം വാക്യം വായിച്ച കളി അനുസരിക്കുക യാഗത്തെക്കാൾ ശ്രദ്ധ മുട്ടാടുകൾ മേധസ്സിനേക്കാൾ നല്ലതെന്നൊക്കെ അവിടെ കാണുന്നുണ്ട്. അനുസരണം ഏറ്റവും വലുതാണ്. അത് എന്നെ കേൾക്കുന്ന മാതാപി പിതാവേ, നീ ദൈവവചനം അനുസരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് പ്രമാണം നീ അനുസരിക്കുന്നെങ്കിൽ, അല്ലേരിയ, ദൈവത്തോട് അനുസരണ മനോഭാവത്തിലാണ് നിന്റെ ജീവിതമെങ്കിൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. രക്തം ചെയ്യും. അല്ലേരിയ. ഇവിടെ ഈ അനുസരണമാണ് ഏറ്റവും വലുത്. അല്ലെ, ആടുമാടുകൾക്കായി മോഹം വെച്ചതിനാൽ അവന്റെ രാജ്യഭാരം നഷ്ടപ്പെട്ടു പോയി. അല്ലേരിയ. അവൻ കർത്താവിൽ തള്ളപ്പെട്ടു. ആര്? ശൗൽ. അല്ലേരിയ. സ്തോത്രം. അമാലേക്കരോട് യുദ്ധം ചെയ്തപ്പോൾ അവിടെയുള്ള മുഴുവനും നശിപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞെങ്കിലും അതിൽ നല്ലതിനെ കണ്ടുപിടിച്ച് നല്ലതിനെ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ശൗലിന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു, രാജ്യഭാരം പോയി, അവൻ ദൈവസൻ തള്ളപ്പെട്ടു പോയി. അല്ലേരിയ. അത് ആടുമാടുകളെ കൊണ്ടുവന്ന് കർത്താവിന് യാഗം കഴിക്കാൻ വേദപുസ്തകം പറയുന്നതിൽ പ്രമാണമില്ല. അല്ലേരിയ. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ യാഗം എന്ന് പറയുന്ന യേശുവിന്റെ ക്രൂശിലെ മരണമാണ്. പഴയ നിയമത്തിൽ ആടുമാട് കന്നുകാലികളെ യാഗം കഴിച്ചിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ആടുമാട് കന്നുകാലികളുടെ യാഗം, അതിന്റെ രക്തം കൊണ്ടുള്ള ശുദ്ധീകരണമില്ല. അതിന് നിങ്ങൾ എബ്രായ ലേഖനമൊക്കെ ഒന്ന് വായിക്കണം. എബ്രായ ലേഖനം വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ 9-ാം അധ്യായമെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. ഇവിടുത്തെ യാഗം എന്ന് പറയുന്നത് യേശുവിന്റെ യാഗമാണ്, യേശുവിന്റെ ക്രൂശിലെ മരണമാണ്. ഇവിടുത്തെ രക്തം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ അവസാനത്തോടെ രക്തം വരെ നമ്മുടെ വിടുതലാകട്ടോ. രക്തം ചെയ്യും. അല്ലേരിയ. ഇവിടെ നമുക്കറിയാം. അല്ലേരിയ. നിങ്ങൾ യോസേപ്പിന്റെ വീട്ടിലേക്ക് വരണം. പഴയ നിയമത്തിൽ യോസേപ്പിനെ കാണാൻ കഴിയും. അപ്പൊ യോസേപ്പിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ യോസേപ്പിന്റെ വീട്ടിലും വെളിയിലും അവനുണ്ടായ സകലത്തിലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 39:5 കാണുന്നുണ്ട്. യോസേപ്പിന്റെ വീട്ടിലേക്ക് നോക്കിയാൽ അവനുള്ള സകലത്തിന്മേലും ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. രക്തം ചെയ്യും. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നതിനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അപ്പൊ കൊർന്നല്യോസിന്റെ ഭവനവും വലിയ ദൈവസാന്നിധ്യത്തിൽ നിറയപ്പെട്ടതാണ്. അവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും. തന്റെ സകല ഗൃഹത്തോടും കൂടെ അവൻ ദൈവത്തോടും പ്രാർത്ഥിക്കുമായിരുന്നു. അത് എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ജീവനുള്ള ദൈവത്തോട് കർത്താവായ യേശുക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യോസേപ്പിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ കൊർന്നല്യോസിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. രക്തം ചെയ്യും. പ്രൈസറോ. അപ്പൊ നമ്മുടെ ഈ തന്ത്രങ്ങൾ കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ തന്ത്രങ്ങൾ കൊണ്ടോ മന്ത്രങ്ങൾ കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമുക്ക് ശുദ്ധീകരണമില്ല അതിനകത്ത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശുവിനെ നമ്മൾ അനുസരിക്കുമ്പോൾ, വചനം പ്രമാണിക്കുമ്പോൾ, അല്ലേലൂയ, വചനം നമുക്ക് ശുദ്ധീകരണമായി തീരും. ആ വചനം നമുക്ക് സംരക്ഷണമായി തീരും. മനുഷ്യന്റെ തന്ത്രങ്ങളൊക്കെ വിട്ടിട്ട് മടങ്ങി വരണമെന്നായി പറയുന്നത്. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ എത്രമാത്രം ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്നെങ്കിൽ, അല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കണം. പ്രൈസോ. അപ്പൊ കൊർന്നല്യോസിന്റെ ഭവനം എന്നൊക്കെ പറയുന്നത് ദൈവത്താൽ ദൈവത്താൽ അത് അനുഗ്രഹമായിരുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലേലൂയ. സ്തോത്രം. നമ്മൾ ദൈവം എന്താണ് പറയുന്നത്, ആ ദൈവം പറയുന്നതിനെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകണം. കർത്താവ് പറയുന്ന അനുസരിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം സമാധാനത്തിൽ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. മനുഷ്യന്റെ വാക്കുകളെല്ലാം തകർന്നു പോകുമ്പോൾ, മനുഷ്യന്റെ വാക്കുകൾക്ക് വിലയില്ലാതെ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളുടെ വില നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കൈസരിയിൽ ഇത്താലിയ എന്ന പട്ടാളത്തെ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി
ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. ഹല്ലേലൂയ. അത് ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനെ ദൈവം ദർശനങ്ങൾ കാണിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മനുഷ്യൻ പലപ്പോഴും ദർശനം കണ്ട് ഭയപ്പെട്ട് അലറി നിലവിളിച്ച് ഒന്നുകിൽ മാനസിക നില തകർന്ന്, അല്ലെങ്കിൽ പനിയുമൊക്കെ പിടിച്ച്, അല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യനെ കൊണ്ട് നടക്കും രാത്രി ഭയപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ചിലരുടെ കൂടി അല്ലെങ്കിൽ പലരും പറയാറുണ്ട്, പാസ്റ്റേ മോൻ എന്തോ കണ്ട് ഭയപ്പെട്ടു, മോൾ എന്തോ കണ്ട് ഭയപ്പെട്ടു. അവളിപ്പം വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്. അത് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് നിന്റെ ഭവനത്തിനകത്ത് അല്ല നിന്റെ മക്കൾക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് സഹോദര സഹോദരി നിനക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിയാത്തത്? രാത്രിയുടെ സമയങ്ങളിൽ, രാത്രി യാമങ്ങളിൽ നിന്നെ ഭയപ്പെടുന്ന സ്വപ്നങ്ങളിൽ സ്വയം ചിന്തകളും വന്ന് നിന്നെ തളർത്തുന്ന അനുഭവങ്ങൾ, നീ ഞെട്ടുന്ന, വിറയ്ക്കുന്ന, ഭയപ്പെടുന്ന, അലറി വിളിക്കുന്ന അനുഭവങ്ങൾ, പിറ്റേ ദിവസം നീ മാനസിക നില തകരുന്നത്, ഭയത്തിന് അടിമയായി മാനസിക രോഗിയെപ്പോലെ അനുഭവത്തിലേക്ക് എത്തുന്നതിന്റെ കാരണം എന്താണ്? അല്ലേ? ദൈവസാന്നിധ്യത്തിന്റെ ഭവനത്തില്ലാത്തത് കൊണ്ടാണ്. യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിലാണ് നീ കിടക്കുന്നെങ്കിൽ, ആ യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിലാണ് നിന്റെ ഭവനം നിൽക്കുന്നതെങ്കിൽ, നീ നിന്റെ മക്കളും സുരക്ഷിതമായി യാതൊരു ദുർസ്വപ്നവും കാണാതെ ദൈവിക സാന്നിധ്യത്തിൽ ഉറങ്ങാൻ കഴിയും. സംഗീതകാരൻ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കിയതാണ് സംഗീതത്തിനോട് വായിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് സംഗീതം ഞാൻ നീതിയിൽ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് സന്തോഷിക്കുന്നൊക്കെയാണ്. ഇത് സ്നേഹിതം നമ്മൾ യേശുക്രിസ്തുവിനാൽ പണിയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കാലങ്ങൾ എത്രയായി? കഴിഞ്ഞ 2024 വർഷമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമരണം നടന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സംരക്ഷണം മുഴുവൻ യേശുവിലൂടെയാണ്, നിങ്ങളുടെ രക്ഷ മുഴുവൻ യേശുവിലൂടെയാണ്, നിങ്ങളുടെ ശുദ്ധീകരണം യേശുവിലൂടെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിലൂടെയാണെന്ന് ഈ വചനം വിളിച്ചു പറയുക. എന്നിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാത്തത് കൊണ്ടാണ് ഹല്ലേലൂയ നിങ്ങളുടെ മക്കൾ തകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ മകളുടെ വിഷയ. മകൾ രാത്രി കിടന്ന് പിച്ചുമ്പയും പറയുന്നത്, രാത്രി കിടന്ന് പിച്ചുമ്പയും വിളിച്ചു പറഞ്ഞു ഉറങ്ങാൻ പറ്റുന്നില്ല, ഇടയ്ക്ക് നിലവിളിക്കുന്നു, എന്തോ കുട്ടി കണ്ട് ഭയപ്പെട്ട് ഞെട്ടുന്നു, ഇടയ്ക്ക് ഞെട്ടി ഉണരുന്നു എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു, യേശുവിന്റെ നാമത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു, യേശുവിന്റെ യാഗത്തെക്കുറിച്ച് പറഞ്ഞു, യേശുവിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു, അവസാനത്തോടെ രക്തം വരെ തന്ന യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിലെ ആ കഷ്ടാനുഭവത്തെ കുറിച്ച് അവരോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി മോചനം വേണമെങ്കിൽ, നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ, നിങ്ങളുടെ മകൾ കാണുന്ന ദുർസ്വപ്നം, ആ കുഞ്ഞിന്റെ ആമേൻ നഷ്ടപ്പെട്ട സുബോധത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഇനി നിങ്ങൾക്കൊരു മാർഗമേ ഉള്ളൂ. നിങ്ങൾ യേശുവിനെ പ്രാർത്ഥിക്കുക. കർത്താവിനോട് പറയുക, കർത്താവ് ആ ക്രൂശിലെ രക്തം കൊണ്ട് എന്റെ കുഞ്ഞിന്റെ എന്റെ കുഞ്ഞിനെ ഒന്ന് കഴുകണമേ, ശുദ്ധീകരിക്കണമേ, അവന്റെ ശിരസ്സൊട്ട് ഉള്ളങ്കാല് വരെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കണം. അവളുടെ ഉള്ളിലെ ഭയത്തിന്റെ ആത്മാവ് മരണം, ഭയത്തെ നീക്കിക്കളയണം. അവൾക്ക് സുബോധത്തിന്റെ ആത്മാവിനെ കൊടുക്കണം. രാത്രിയുടെ സമയങ്ങളിൽ ഞെട്ടിത്തെറിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന, അലറിക്കാറുന്ന അനുഭവത്തിന്റെ കുഞ്ഞിനൊരു മോചനം നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പിന്നീട് വിളിച്ചു പറഞ്ഞു, കുഞ്ഞിനൊരു ആശ്വാസമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയും പൂർണ്ണമായി മാറിയിട്ടുണ്ട്. അത് യേശുവിന്റെ രക്തം അത്ര ശക്തിയുള്ളതാണ്. യേശുവിന്റെ രക്തം മാത്രം ശക്തിയുള്ളതാണ്. ഏത് ബന്ധനത്തെയും അവൻ തകർക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ഏത് ദുരാത്മാവിനെ തുരത്തുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ഏത് പൈശാചിക ശക്തിയിൽ തകർക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ആ രക്തം ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച അണ്ടകടാകത്തിന്റെ ഉടയവനായിരിക്കുന്ന, അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി വഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അഥവാ സർവശക്തന്റെ രക്തമാണ്. ഇത് മാനുഷികമായ നിർമ്മിതമല്ല, മാനുഷികമായ കഥകളല്ല, കെട്ടുകഥകൾ, ഐതിഹ്യങ്ങളല്ല, പഴഞ്ചൊല്ലുകളൊന്നുമല്ല. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളാണ്. രക്തജയം. അവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാ അതിന്റെ ഭവനം യേശുവിനെ സമർപ്പിക്കണം. ഹല്ലേലൂയ. ഇവിടെ പഴയ നിയമത്തൊക്കെ പെസഹ ആചരിക്കണമായിരുന്നു. അപ്പം പെസഹ കുഞ്ഞാടിന്റെ രക്തത്തെ ഇസ്രായേലിയർ ഒരു പാത്രത്തിൽ ശേഖരിച്ചു. ഈസോപ്പ് തണ്ടിനാൽ തങ്ങളുടെ വീടുകളിൽ പൂശി
ഈസോപ്പ് തണ്ട് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന്റെ കുറിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം അല്ലെങ്കിൽ ജയം എന്ന് നാം പറഞ്ഞുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭവനത്തെയും മുദ്രയിടണം. അപ്പം ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ആടിന്റെ രക്തം ഒരു പാത്രത്തിലാക്കിയിട്ട് ഈസോപ്പിന്റെ തണ്ടുകൊണ്ട് അവരുടെ വീടിന്റെ ചുമരുമേലും കട്ടളക്കുറുമ്പടി വേരും തളിക്കുമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ എന്തോ നമ്മൾ യേശുവിന്റെ രക്തം പറഞ്ഞ് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കണം. വെറുതെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞാൽ യേശുവിന്റെ രക്തം പറഞ്ഞാണ് നീ മുന്നോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ നിനക്ക് മുമ്പിൽ വിശാലമായി വഴി തുറക്കും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തമാണ് നീ രക്തത്തിലാണ് ആശ്രയിക്കുന്നെങ്കിൽ രോഗസൗഖ്യം നിനക്കുണ്ടെന്നുള്ളതാണ്. യേശുവിന്റെ രക്തത്തിലാണ് നീ ആശ്രയിക്കുന്നെങ്കിൽ മാനസികമായ തകർച്ചകൾ മാറുമെന്ന്. കാരണം നിന്നെ ഏത് സാഹചര്യത്തിനും വെടിവെച്ചെടുക്കുവാൻ ഈ രക്തത്തിന് കഴിയുമെന്ന്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, തകർന്ന ഇരിക്കുന്ന അനുഭവമില്ലേ? തളർന്നിരിക്കുന്ന സാഹചര്യമില്ലേ? എന്നെ കേൾക്കുന്ന സ്വാഭാവിക എത്രയോ കാലങ്ങളായി നീ ദുഃഖത്തിന്റെ കരുതലിലൂടെ കടന്നു പോകുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നത് എത്ര കാലമായി? കുടുംബത്തിന്റെ ശാപം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി എത്ര കാലമായി നീ ശ്രമിക്കുന്നു? നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എത്ര കാലങ്ങളായി നീ ആഗ്രഹിക്കുന്നു? ഒന്നിനൊരു മറുപടി കിട്ടാതെ നിരാശയുടെ അനുഭവത്തിനാണോ താങ്കൾ കടന്നു പോകുന്നത്? നിങ്ങൾക്കൊരു ഉയർച്ചയില്ല, നിങ്ങളുടെ വീടിനൊരു ഉയർച്ചയില്ല, നിങ്ങളുടെ മക്കൾക്ക് എന്നാലും ഭാവിയില്ല. എന്ത് ചെയ്താലും നഷ്ടം, എന്ത് തൊട്ടാലും പരാജയം. ആ ഒരു അനുഭവത്തിലല്ലേ നീ കടന്നു പോകുന്നത്? ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? സമാധാനത്തെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? ഒന്നിനും കഴിയാതെ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, ഹല്ലേലൂയ, ഇന്ന് പകൽ നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ ചൊരിയപ്പെട്ട യേശുവിന്റെ നാമത്തിൽ നീ വിശ്വസിച്ച രക്ത കോട്ടയ്ക്കുള്ളിലേക്ക് നീ വരുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഭവനം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടും. നിന്റെ സകല കഷ്ടങ്ങൾക്കും മാറ്റം വരും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം, അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ആമേൻ ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചത് പിന്നെ അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആ വചനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ മീഖായേലും മഹാസർപ്പം തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാട് ദിവസം 12-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 7 തൊട്ടുള്ള വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, അവന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചിടതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന, കണ്ടോ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന അല്ലെങ്കിൽ പിശാച് സാത്താനും എന്ന മഹാസർപ്പമായ ആ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവരോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പൊ മനുഷ്യനെ തെറ്റിക്കുന്നത് എന്താണ്? മനുഷ്യനെ നശിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യൻ ഭാരപ്പെടുന്നത്, ഭയപ്പെടുത്തുന്നത് നിന്റെ കുടുംബത്തിന്റെ തകർച്ച, നിന്റെ കുടുംബത്തിന്റെ വീഴ്ച, നിന്റെ കുടുംബത്തിന്റെ പരാജയം, നിന്റെ കുടുംബത്തിന്റെ ശാപം മാറാത്തത്, നിന്റെ മക്കൾ ദുർസ്വപ്നം കാണുന്നത്, നിന്റെ മക്കൾ ഭയപ്പെടുന്നത്, മാനസികരോഗിയെ മാറുന്നത്, ഭയത്തിന് അടിമയായ ജീവിതം എന്നേക്കും തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ആമേൻ. പിശാച് സാത്താൻ എന്ന മഹാസർപ്പമായ പഴയ പാമ്പ് അവൻ നിന്റെ കുടുംബത്തെ തകർക്കുക. പ്രൈസ് ദി ലോർഡ്. ആ പഴയ പാമ്പിനെ ആ സാത്താന്റെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ് അവന്റെ ദൂതന്മാരെ അവരോടുകൂടി തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത്, ആമേൻ, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും ആമേൻ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അതെ, നീ ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക്, അവന്റെ രാജ്യത്തിലേക്ക്, അവന്റെ ആധിപത്യത്തിലേക്ക് വരണം. എന്നിട്ട് നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവത്തിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന ആരാ? അപവാദി സാത്താനാ. അല്ലേ? സാത്താനും പിശാചും സാത്താനും അല്ലേലൂയ. ആ മഹാസർപ്പമായ ആ പഴയ പാമ്പ്, ആ ശക്തിയാണ് നിന്റെ കുടുംബത്തെ തകർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിന്റെ കുടുംബത്തെ തകർക്കുന്ന പിശാചും സാത്താനും അല്ലേലൂയ എന്ന ആ മഹാസർപ്പമായ പഴയ പാമ്പിനെ
ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞത്, ദൂതന്മാരെ തള്ളിക്കളഞ്ഞ് പിന്നെ ക്രിസ്തുവിന്റെ രാജ്യത്തോട് വെളിപ്പെട്ടതുപോലെ നിന്റെ കുടുംബത്തെ വ്യാപരിക്കുന്ന ഇങ്ങനെയുള്ള സാത്താന ശക്തികളെ നിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണം. പ്രൈസ് ഹല്ലേലൂയ. കുടുംബത്തിൽ നിന്ന് പുറത്താക്കി ഹല്ലേലൂയ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും ക്രിസ്തുവിന്റെ ആധിപത്യവും നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടണം. രക്തം ചെയ്യും. അങ്ങനെ നീ കർത്താവിലേക്ക് വരണമെന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ദൈവം വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മോടുകൂടെ ചേർന്നിരിക്കാൻ കഴിയുള്ളൂ. പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. രേഹാബ് എന്ന വേശ്യ പാപമുള്ള ജീവിതം നയിച്ചിരുന്നാലും അവൾക്ക് തന്റെ വീട് സുരക്ഷിതമായിരിക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ചിന്തയുണ്ടായിരുന്നു. ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നു അവൾക്ക്. ആകിയാൽ ഉറ്റുനോക്കുവാൻ ഇസ്രായേലിയർക്ക് അവൾ അഭയം കൊടുത്ത് യെരിഹോ നശിപ്പിക്കുമ്പോൾ തന്റെ വീട് ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ജനലിൽ ഒരു ചുവപ്പ് നാട കെട്ടിവെച്ചിരിക്കുന്നുവെന്ന് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുന്നുണ്ട്. ആ ചെറിയ ചുവപ്പ് നാട യേശുവിന്റെ രക്തത്തിന് അടയാളമായിരുന്നു. ദേശം ഉറ്റുനോക്കാൻ ചെന്നവർ അവർക്ക് ആശ്വാസമായി അഭയമായത് രാഹാബിന്റെ വീടാണ്. ഹല്ലേലൂയ. രാഹാബിന്റെ വീട് അവൾക്ക് വിട്ടുകൊടുത്തത് കൊണ്ട് അവിടെ ഉറ്റുനോക്കാൻ ചെന്ന ദൂതന്മാർ പുറപ്പെട്ടു പോലും പറഞ്ഞു, നീയും നിന്റെ മക്കളും കൊച്ചുമക്കളും നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ട്. ആമേൻ. ഈ പട്ടണത്തെ നശിപ്പിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും ആമേൻ രക്ഷപ്പെടും. അതിന്റെ അടയാളം ഒരു ചുവപ്പ് നാട് അല്ലെങ്കിൽ നാടാ. ആമേ, ഒരു ചുവപ്പ് നൂല് എന്ന് പറഞ്ഞാൽ അവരെ ഇറക്കി വിട്ട കിളിവാതിന് മുമ്പിൽ ഒരു ചുവപ്പ് ആമേൻ നൂൽ കെട്ടണം. ആ ചുവപ്പ് നൂല് യേശുവിന്റെ ആമേൻ രക്തത്തിന്റെ അടയാളമാണെന്ന് യോശുവയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അനന്തരം നൂന്റെ മകനായി യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ട ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രേഹാബ് എന്ന് പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. യെരിഹോ രാജാവിന്റെ അടുക്കൽ ആളയച്ച് നിന്റെ അടുക്കൽ വന്നു വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യനെ പുറത്തിറക്കി തരിക. അവർ ദേശമൊക്കെയും ഉറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് രാഘാവിനോട് പറഞ്ഞു. ഹല്ലേലൂയ. ആ സ്ത്രീ ഹല്ലേലൂയ സ്തോത്രം അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ട് പോയി ഒളിപ്പിച്ചിട്ട് അവർ എന്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിലും എവിടുത്തുകാരെന്ന് ഞാൻ ചോദിച്ച് അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? ആ ദൂതന്മാരെ സംരക്ഷിച്ചതുകൊണ്ട്, ഒറ്റുനോക്കന്മാരെ സംരക്ഷിച്ചുകൊണ്ട് പിന്നത്തെ ഇതിൽ യെരിഹോ പട്ടണം നശിപ്പിക്കുമ്പോൾ, യെരിഹോ തകരുമ്പോൾ രേഹാബും കുടുംബവും അവക്കുള്ളത് മുഴുവൻ രക്ഷ പ്രാപിച്ചു. എന്താണ് ആ ചുവപ്പ് നൂലവിടെ കെട്ടിയത് കൊണ്ട്? അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ഭവനത്തെ യേശുവിന്റെ രക്തം കൊണ്ട് നീ നിറയ്ക്കണം. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങളുടെ ഹല്ലേലൂയ ഭവനത്തെ നിറയ്ക്കുമ്പോൾ ഒരു ശത്രുവിന്റെ ഭവനത്തെ അടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രം യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതമായിരുന്നാൽ പോരാ. നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും എന്ത് ചെയ്യണം? യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയണം. പ്രൈസ് അല്ലെ. കർത്താവിന്റെ വാഗ്ദത്തം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നതാണ് കാരാഗ്രഹ പ്രമാണിയുള്ള വാഗ്ദത്തവും ദൂതും. പ്രൈസ് എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ഹല്ലേലൂയ. നോഹയ്ക്ക് തന്റെ വീട് സുരക്ഷിതമാക്കണമുള്ള ആഗ്രഹമുണ്ടായിരുന്നു. വിശ്വാസത്തെ നോഹ തന്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പെട്ടകത്തെ ഉണ്ടാക്കി. ആ പെട്ടകത്തിൽ അകത്തും പുറത്തും കീൽ പൂശി. ഹല്ലേലൂയ. കീൽ എന്നത് കിലയാത്തിന്റെ ധൈര്യമായിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തെ കുറിക്കുന്നുവെന്നാണ് വേദപുസ്തക വ്യാഖ്യാനങ്ങളിൽ കൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതെ, നീ നിന്റെ കുടുംബം യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിലാകണം. പ്രൈസ് ദി. നിനക്കുള്ളതിനെ മുഴുവൻ യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ സമർപ്പിച്ചു കൊടുത്ത് യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രവെച്ച് ആനിതിനെ നീ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ ലോകത്തൊരു ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയില്ല. പിശാചു സാത്താനും എന്ന മഹാസർവമായ പഴയ പാമ്പ് നിന്റെ കുടുംബത്തിൽ തൊട്ടുകയില്ല. പ്രൈസ് ദി. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ഭവനത്തെ യേശുവിന്റെ രക്തത്താൽ സമർപ്പിക്കണം.
നീ ജോലിക്ക് പോകുമ്പോൾ, നിന്റെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ, നിന്റെ മക്കൾ ജോലിക്ക് പോകുമ്പോൾ, നിന്റെ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ, മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ, നിങ്ങൾ എന്തിനു മുന്നോട്ട് ഇറങ്ങിയാലും നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ശത്രുവിനെ തൊടുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന്റെ ദൈവഭക്തന്മാരുടെ വിശ്വാസവും ധൈര്യവും പ്രതീക്ഷയും പ്രത്യാശയുമില്ല. അതുകൊണ്ടാണ് അവര് തകരാതെ നിൽക്കുന്നത്. രക്തം ചെയ്യും അല്ലെ? യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നിന്റെ ഭവനത്തെ മുദ്രയിട്ടാൻ ആഭിചാര മാത്രമാതെ കൂടോത്ര ശക്തികൾക്ക്, ക്ഷുദ്രശക്തികൾക്ക് നിന്റെ ഭവനത്തെയും മേൽ തൊടുവാൻ അധികാരമില്ല. അല്ലേ? ആഭിചാരം യാക്കോബിന് ഭരിക്കൽ, ലക്ഷണത്തിൽ ഇസ്രായേൽ ഭരിക്കുമില്ലെന്ന് സംഖ്യാപുസ്തകം 23:23 വായിക്കുന്നുണ്ട്. അത് യേശുവിന്റെ രക്തത്താൽ നിന്റെ ഭവനം മുദ്രയിടപ്പെട്ടതാണെങ്കിൽ ഒരാഭിചാരം മാത്രമാതെ ഒന്നിനും നിന്റെ ഭവനത്തിൽ തൊടാൻ പറ്റത്തില്ല. ആരെന്ത് ചെയ്താലും നിന്റെ ഭവനം സുരക്ഷിതമായിരിക്കും. അത്യുന്നതന്റെ മറവിൽ നിന്റെ ഭവനത്തെ നീ മറയ്ക്കാം. ഈശ്വരോ, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണത്തെ കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പോൾ വായിച്ച വചനം എന്താണ്? സ്തോത്രം. വായിച്ച വചനം പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണല്ലോ. വായിച്ച വചനം പുറപ്പാട് പുസ്തകം 12-13 വാക്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ ഈ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല എന്ന യഹോവയായ ദൈവം സാജനത്തിന് കൊടുത്ത കൽപ്പനയാണ്. ഹല്ലേലൂയ. മിസ്രയീമിലെ നശിപ്പിക്കുന്ന സമയത്ത് അവസാനത്തെ ബാധയിൽ ഇസ്രായേൽ തങ്ങളുടെ കുടുംബം സുരക്ഷിതമായിരുന്നു. അതെ, ഇവിടെ പറയുന്ന രക്തം യേശുവിന്റെ രക്തത്തിന്റെ നിഴലാണ്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവ് ഇതിന്റെ ഭവനത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കണ്ണുകളടച്ചാട്ട് ഇന്ന് പകരം യേശുവിന്റെ ഇതിന്റെ ഭവനത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഒരു ശത്രുവിന് തൊടുവാൻ കഴിയുമോ? ഇതിന്റെ ഭവനം സുരക്ഷിതമായി മാറും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് സകല ജനത്തെയും, കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 100 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണനേതാവ്, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള, വേദ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി, ട്രൈബലിന്റെ മേഖലയായിരിക്കുന്ന ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേനാധികാരി, അതിർത്തികൾക്കുന്ന BCRP, ക്രമസമാധാന പന്തിയും നിർമ്മാണം നിൽക്കുന്നവരെ, കർത്താവ് സ്തോത്രങ്ങളെ, കർത്താവ് രഹസ്യാന്വേഷണങ്ങളെ, പോലീസും സെക്ഷനുകളെ, ജുഡീഷ്യക്കായി പ്രാർത്ഥിക്കുകയാണ്. ലഭ്യ സകലം 20 പേരെ സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്രവസാന ജീവനക്കാരി, കടലോര വാസൽ, തീരവാസി, മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവരെ, അല്ലെങ്കിൽ ഖനികൾ, കമ്പനിയിലും ഫാക്ടറികളൊക്കെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കർത്താവ് സ്തോത്രത്തിലെ കൺസ്ട്രക്ഷൻ, കൈമ്പോട്ടം, യൂണിയനൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, എല്ലാ ടൈപ്സ് ട്രൈബ്സ്, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും, കാർഷിക ക്ഷീരമേഖലയും, കർത്താവ് വലൻസിയൽ വ്യാപാരി വ്യവസായികളെയും, എല്ലാവരും കർത്താവ് എല്ലാ വഴിയുടെ കച്ചവടക്കാരെയും, സ്വതന്ത്രം എല്ലാ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പാടത്തും പറമ്പിലും കൂടിയിലും മണ്ണോടും കല്ലിനോടും തരിയോടും മല്ലടിക്കുന്നവർ, വിവിധ പ്രതികൂലത്തിന്റെ സാധനം കടന്നു പോകുന്നവരെ എല്ലാവർക്കും പ്രാർത്ഥിക്കും. ശേഷത്തിൽ ബാല്യ കൗമാരി യൗവനത്തിൽ ചോളിൽ തടവറയിലായിരിക്കുന്നവർ, മദ്യത്തിൽ മയക്കുപാൻ ശേഖരി അടിപ്പെട്ടവർ, തീവ്രവാദ ഭീകര വർഗത്തിൽ അകപ്പെട്ട് കിടക്കുന്ന അരികർത്താവ് സമാധാനമില്ല, സന്തോഷമില്ലാതെ കടലിന്റെ തലയിലൂടെ തകർന്ന കുടുംബം, മാനസികമായി തകർന്നവർ, മദ്യത്തിന് മയക്കുവിൻ ലഹരിക്ക് അടിപ്പെട്ട മനോരോഗികളായി മാറുന്നവർ, ലഹരിക്ക് അടിമകൾ അനേക വ്യക്തി ജീവിതം തകർന്നുകൊണ്ടിരിക്കും. അനേക കുടുംബങ്ങൾ തകരുമ്പോൾ ഇന്ന് പോലെ ഞങ്ങൾ സകല കുടുംബത്തിൽ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ജനം മടങ്ങി വന്ന് യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ സകല ജനങ്ങളുമായി തീരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന വിദേശത്ത് വിദേശം പാർക്കുന്ന കടന്നു ജോലി നഷ്ടപ്പെട്ടു, വിസ നഷ്ടപ്പെട്ടവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, നാടെങ്കിലും ഭാരപ്പെട്ട വിദേശ പീഡ അനുഭവിക്കുന്നവർ, മാരകമായ രോഗത്താൽ ഭാരപ്പെട്ട മരണാസനായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഇന്നുപോലെ നിങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ജനം മടങ്ങി വരട്ടെ. മടങ്ങി വന്ന് മാനസാന്തരം യേശുവിന്റെ രക്തത്താൽ നിറയപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണ വലയത്തിൽ ഈ ജനമായി തീരുവാൻ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സകലത്തിന്റെ നീതി വെളിപ്പെടുത്തണേ. ദൈവദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശ എല്ലാ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെ തലമുറകളെ സൂക്ഷിക്കണം. ഇന്ന് പകൽ സകല ജനത്തെയും യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിടുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.